പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഏറെ മാതാപിതാക്കളെ മക്കൾ ഞെരുക്കുന്ന ഒരു കാലഘട്ടവും അവരുടെ അനുഗ്രഹങ്ങൾ കിട്ടുന്നതിനു പകരം ശാപം വലിച്ചുകൂട്ടുന്ന വ്യക്തികളും കുടുംബങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ട്. ഇത് വാസ്തവമാണ്. അത് ഒന്ന് പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ തലക്കെട്ട് ഞാൻ കൊടുത്ത് നൊന്തുപെറ്റ അമ്മയും പോറ്റി വളർത്തിയ അപ്പനെയും മറക്കരുത്, വേദനിപ്പിക്കരുത് എന്ന്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വായിച്ചു നോക്കുക. നല്ല ഒരു പുസ്തകം നിങ്ങളുടെ ബൈബിളിലുണ്ട്, പ്രഭാഷകൻ പുസ്തകം, അധ്യായം 3 വായിക്കുക. നമ്മൾ അതിൽ മനോഹരമായിട്ട് വായിക്കുന്ന ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അമ്മയുടെ ശാപം ഭവനത്തിന്റെ അടിത്തറ ഇളക്കും. പ്രഭാഷകൻ 3:9. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്ക് ഇരയാക്കും. 3:11. അമ്മയെ പ്രകോപിപ്പിക്കുന്നവർ കർത്താവിന്റെ ശാപമേൽക്കും. പ്രഭാഷകൻ 7:27 പറയുന്നു, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കളാണ് നിങ്ങൾക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. പ്രഭാഷകൻ 7:29. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നു. മൂടൽ മഞ്ഞുപോലെ അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടും. അതായത് മാതാപിതാക്കളെ സ്നേഹിച്ച് അവരുടെ അവസാന കാലത്ത്, വേദനാജനകമായ സമയത്ത്, രോഗികളായിരിക്കുമ്പോൾ അവരെ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ മഞ്ഞുപോലെ മഞ്ഞ് വീണ് കഴുകുന്ന പോലെ കഴുകപ്പെടും. പ്രഭാഷകൻ 3:15. അമ്മയും അപ്പനെയും മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. സ്വർഗത്തിൽ നിക്ഷേപമാണ്. കണിശമായിട്ടും അപ്പനും അമ്മയൊക്കെ പ്രായമാവുമ്പോൾ അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശണ്ട കൂടിയേക്കാം, മറക്കട മുഷ്ടി പിടിച്ചേക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, പ്രായം ആകുമ്പോൾ ശരീരത്തിന്റെ വേദനയും ഒരു വിഷയേറെ നിരാശാബോധങ്ങളും പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഉള്ള പ്രയാസങ്ങളൊക്കെ കാണും. പലരോടും ക്ഷമിക്കായ്മ കാണും. അങ്ങനെയുള്ള ആ അപ്പനെ അമ്മയ്ക്കും സ്നേഹം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം മക്കളെ. അതുകൊണ്ടാണ് പ്രഭാഷകൻ 3:27 പറയുന്നത്, മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നവരെ അവർക്ക് ദുഃഖമുണ്ടാക്കരുത്. പ്രിയപ്പെട്ടവരെ, അത് ഞാനിത് പറയുവാൻ കാരണം അടുത്തൊരു കാലം പലരുടെയും കഥകൾ കേട്ടപ്പോൾ ആണ്. ഉദാഹരണമായിട്ട് ഒരപ്പനും അമ്മയുടെ അടുക്കൽ 3 വികലാംഗ കുട്ടികളെ, 2 പേര് മന്ദബുദ്ധി, 1 ഓട്ടിസം, 3 ആൺകുട്ടികൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? അല്ല അച്ഛാ, ഞങ്ങൾക്ക് വേണ്ടി. അതെന്താ കാര്യം? അച്ഛൻ കരുണയുടെ മിഷണറി ആയതുകൊണ്ട് അച്ഛൻ്റെ അടുക്കൽ അച്ഛൻ ഈശോയുടെ കരുണ ഞങ്ങൾക്ക് വേണ്ടി മേടിച്ചു തരുവാൻ. എന്നിട്ട് പറയാണ്, ആ പുരുഷൻ അപ്പൻ പറയാണ്, എന്റെ അമ്മ വിധവ, ചെറുപ്പം മുതലേ ഞങ്ങൾ 2 ആൺകുട്ടികളെ പെറ്റു വളർത്തി. ഞങ്ങളുടെ ചെറുപ്പത്തിലെ അപ്പൻ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടിലും ഞങ്ങളെ ഒന്നും അല്ലലറിയാതെ വളർത്തി. ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾ 2 പേരും ഡോക്ടർമാരായി, 2 പേരും വിദേശത്ത് ജോലി. പ്രിയ അച്ഛ, ഞാനാണ് ഇളയത്. വിധവയായ എന്റെ അമ്മയെ നോക്കേണ്ട ചുമതല എനിക്കായിരുന്നു. ഞാൻ അമ്മയൊരു ശല്യമായി മാറി. കാരണം അമ്മയ്ക്ക് അല്പം അൾസൈമർ, ഓർമ്മക്കുറവ്, അതിലൊക്കെ വിളിച്ചു പറയുക, സൈക്യാട്രി ട്രീറ്റ്മെന്റൊക്കെ ചെയ്തിട്ട് ശരിയാകുന്നില്ല. ഞാൻ വീട്ടിൽ വരുമ്പോൾ, അവധിക്ക് വരുമ്പോൾ, എന്റെ ഭാര്യയും മക്കളുമായി വരുമ്പോൾ ഞാൻ അമ്മയെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അമ്മയെ പിടിച്ചു കെട്ടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, അവസാനം സഹികെട്ട് ഒരു വൃദ്ധമന്ദിരത്തിൽ, അതും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു വൃദ്ധമന്ദിരത്തിൽ, ഒന്നും കൊടുക്കാതെ അവിടെ എടുത്തു.
അവിടെ കിടന്ന് മരിച്ചു. സിസ്റ്റേഴ്സ് പലപ്പോഴും വിളിച്ചു പറഞ്ഞു കൂടുതലാ വരണം, വന്നില്ല. അച്ഛ എന്റെ പണത്തിന്റെ പ്രൗഢിത്യത്തിൽ ഞാൻ ഡോക്ടർ, എന്റെ ഭാര്യയും ഡോക്ടർ ഇതാ എന്റെ അടുത്തിരിക്കുന്നു, എല്ലാം പോയി അച്ഛ, എല്ലാ പ്രതീക്ഷയും അറ്റുവച്ച. കർത്താവ് ഞങ്ങൾക്ക് ശാപം തന്നു. ഞാൻ പറഞ്ഞില്ല, കർത്താവ് ആരെയും ശപിക്കില്ല. ശാപം തങ്ങളുടെ തന്നെ പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്നതാണ്. ദൈവം നല്ലവനാണ്, ദൈവം കരുണാനിധിയാണ്, നന്മ മാത്രമേ ചെയ്യൂ, ഒരിക്കലും തിന്മ ചെയ്യില്ല. ദൈവത്തിന് തിന്മ ചെയ്യാനാവതല്ല, അത് ദൈവത്തിന്റെ സ്വഭാവത്തിനെതിരാണ്. ഇല്ല അച്ഛ, ദൈവത്തിന് ഞങ്ങളുടെ ഇഷ്ടമില്ല, ഞങ്ങളെ അനുഗ്രഹിക്കില്ല. നോക്കൂ, 3 പിള്ളേര്, അറിയാമല്ലോ ഓട്ടിസം, അറിയാമല്ലോ മന്ദബുദ്ധി, അവരുടെ ഭാവി എന്തായിത്തീരും ഇതോർത്താ ഞങ്ങളുടെ ആകുലത. ഇട്ടുമൂടാൻ പണവുമുണ്ട്, വലിയ വീടുമുണ്ട്, അമ്മയ്ക്ക് വേണ്ടി പണിത് കൊടുത്ത വീടും അവിടെ കിടപ്പുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് കരയുന്നത്. വേറൊരു വ്യക്തി ഞാൻ ഓർക്കുകയാണ്, അവന് ചെറുപ്പമാണ്, 40 വയസ്സ് മിച്ചമേ ഉള്ളൂ. അവന് നാവിക്ക് ക്യാൻസറായി. ഇപ്പോൾ ക്യാൻസറിന്റെ അവസാന സ്റ്റേജിലേക്ക് 4ാം സ്റ്റേജിൽ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ പറയാണ്, അച്ഛൻ കരുണയുടെ മിഷണറി ആയതുകൊണ്ട് അച്ഛനോട് പറയുന്നു, എന്റെ ആത്മാവ് രക്ഷ പ്രാപിക്കാൻ കരുണയ്ക്ക് വേണ്ടി അച്ഛാ പ്രാർത്ഥിക്കണമേ. ഇതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ട് ഈ ക്യാൻസർ എനിക്ക് വന്നു? ദൈവം ശപിച്ചു. ഞാൻ പറഞ്ഞില്ല മോനെ, ദൈവം ശപിക്കില്ല, ദൈവം സ്നേഹിക്കുകയുള്ളൂ. അപ്പൊ കരഞ്ഞുകൊണ്ട് പറയാണ്, അമ്മയെക്കൊണ്ട് മടുത്തായിരുന്നു. അമ്മ ചെറുപ്പം മുതൽ ഏകമകനായി എന്നെ കാര്യമായി വളർത്തി. കാരണം ഞാൻ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ അപ്പൻ മരിച്ചുപോയി. അതിനുശേഷം പൊന്നെ പൊടിയെ എന്നെ വളർത്തിക്കൊണ്ട് വന്നു. എന്റെ ആവശ്യങ്ങളെല്ലാം സാധിക്കുമായിരുന്നു അമ്മ. അമ്മച്ചി 2 പെൻസിൽ വേണമെന്ന് പറഞ്ഞാൽ അത് അന്ന് ഒരു പെൻസിൽ മേടിക്കാൻ പോലും പൈസ ഇല്ലായിരുന്നെങ്കിലും മേടിച്ചു തരുമായിരുന്നു. അമ്മച്ചി പല്ലുമുട്ടായി വേണം, നാരങ്ങാമുട്ടായി വേണം, എന്ത് ചോദിച്ചാലും അമ്മച്ചി തരുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അമ്മയ്ക്ക് ഒരു അപകടമുണ്ടായി, ഒരു ബസ് അപകടം. അതിൽ വെച്ച് അമ്മയുടെ തലച്ചോറിന് ആഘാതമുണ്ടായി, ഓപ്പറേഷൻ നടത്തി. അത് കഴിഞ്ഞ് അമ്മയുടെ സുബുദ്ധി പോയി. ആ അമ്മയെ ഞാൻ പരിചരിക്കാൻ നോക്കിയിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഞാനൊരു IT ജോലിയാണ്, ഒരു ഓഫീഷ്യൽ ജോലി. അപ്പോൾ എനിക്ക് സമയമില്ല. ഞാനൊരു വേലക്കാരിയെ വെച്ചു, അന്യനാട്ടിലെ ഒരു വേലക്കാരിയെ. അവൾ നിർദ്ദയമായിട്ട് അമ്മോട് പെരുമാറുന്നു എന്ന് എനിക്കറിയാമായിരുന്നിട്ടും അവളെ ഞാൻ ശാസിച്ചില്ല. ആരെങ്കിലും വേണമല്ലോ നോക്കാൻ. അങ്ങനെ മാറി മാറി 5-6 പേരെ നിർത്തി. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പം അമ്മയോട് മിണ്ടുപോലില്ലായിരുന്നു. ഞാനൊരിക്കൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചി എൻ്റെ അടുക്ക വന്നു, ഒത്തിരി ആരോപണങ്ങളുമായിട്ട്, ഒത്തിരി കംപ്ലൈന്റുമായിട്ട്. ഞാൻ അമ്മയെ അരിശപ്പെട്ടു, ദേഷ്യപ്പെട്ടു. അതിനുശേഷം അമ്മയുടെ നാവിക്കിട്ട് തൊഴിച്ചു. അച്ഛാ, അമ്മ മറന്ന് വീണു. അങ്ങനെയാണ് അമ്മ അന്ന് തന്നെ മരിച്ചു. ഇതിന് ശാപമില്ലാതിരിക്കുവോ അച്ഛാ? അതേ മോനെ, നിന്റെ പ്രവൃത്തി നിനക്ക് ശാപം ഉണ്ടാക്കി. ദൈവം ആശപിച്ചെന്നൊരിക്കലും പറയരുത്. ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവം കൃപ തരും, അനുഗ്രഹം തരും. നിയമാവർത്തനം പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 15 വരെ. കൽപ്പനകൾ പാലിക്കുന്നവരെ കർത്താവ് എപ്പോഴും അനുഗ്രഹിക്കും. ഈശോ പറഞ്ഞിരിക്കുന്നത്, ദൈവമായ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന 10 കൽപ്പനകൾ ദീർഘകാലം ജീവിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പുറപ്പാട് പുസ്തകം 20:12. ക്രിസ്ത്യാനികൾക്കെല്ലാം 10 പ്രമാണങ്ങൾ അറിയാം. പ്രമാണ ലംഘനത്തിന് ശാപം ദൈവം ശപിക്കുന്നതല്ല. ഈ പ്രവൃത്തി ചെയ്യാത്തതിന് ഫലമായിട്ടുണ്ടാകുന്ന ശാപം ആ പ്രവൃത്തി തന്നെ വലിച്ചു വെക്കുന്ന ശാപമാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പറഞ്ഞു പോയാൽ ഏറെ ആളുകളുടെ സംഭവങ്ങൾ ഞാൻ കേൾക്കുന്നു, അറിയുന്നു. അതുകൊണ്ടാണ് മാനസിക രോഗമായിട്ട് അൽസൈമർ വന്ന് പിച്ചും പേയും പറഞ്ഞ് പള്ളിയിലും പോകത്തില്ല, കുമ്പസാരിക്കാനും പറ്റുന്നില്ല,
അങ്ങനെ ഒരു ഭാര്യയും കൊണ്ട് ഒരു ഭർത്താവ് വന്നു പ്രാർത്ഥിക്കാൻ. എന്നിട്ട് പറയാണ്, ഇവൾ ശവിക്കപ്പെട്ടവളാ. സ്വന്തം ഭാര്യയെപ്പറ്റിയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ശാപമുണ്ട് രണ്ടുപേർക്കുണ്ടാ. കാരണം നിങ്ങൾ ഇണകളാണ്, കർത്താവ് നിങ്ങളെ ഒന്നാക്കിയതാണ്. അവളെ മാത്രം കുറ്റപ്പെടുത്താതെ. ഇല്ല അച്ഛാ, അവൾ നീചയായിരുന്നു. എന്നോടല്ല, ഏറ്റവും ക്രൂരമായിട്ടാണ് അവിടെ അപ്പനെയും അമ്മയുമായിട്ട് ഇടപെട്ടിരുന്നത്. ആ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാൻ പോലും, അല്ലെങ്കിൽ ഏതെങ്കിലും ആഹാരം ചെയ്തു കൊടുത്ത് സന്തോഷിപ്പിക്കാൻ പോലും തോന്നിയില്ല. അവർ രണ്ടുപേർക്കും ഈ അൽസൈമർ, ഓർമ്മക്കുറവായിരുന്നു. അങ്ങനെ മടുത്തു. പലപ്പോഴും എന്റെ ഇടയ്ക്ക് വന്ന് പറയുമായിരുന്നു, മടുത്തു വരെ നോക്കി വല്ല അനാഥശാലയിലോ വാർദ്ധക്യത്തിൽ ചെന്നവരെ നോക്കുന്ന വീടുകളിലോ കൊണ്ടുവിട്. പക്ഷെ ഞാൻ കൂട്ടാക്കിയില്ല. എന്റെ അപ്പനും അമ്മയും ഇവിടെ ഉണ്ടായിരിക്കണം, അവരുടെ സാന്നിധ്യത്തിൽ മരിക്കണം. അങ്ങനെ ഒരു പ്രഭാതത്തിൽ അപ്പന് അമ്മയും ഒന്നിച്ചു മരിച്ചു. അപ്പൻ മരിച്ച് ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മയും മരിച്ചു. ശവസംസ്കാരവും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യയ്ക്ക് മാനസിക രോഗമായി. എന്റെ ഭാര്യ ഒരിക്കൽ രഹസ്യമായി പറഞ്ഞു, നമ്മുടെ അപ്പനും അമ്മയും മരിച്ചതല്ല, മടുത്തിട്ട് ചോറിനകത്ത് ഞാൻ വിഷമിട്ട് കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഒരേ ദിവസം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മരിച്ചത്. പള്ളിയിൽ അച്ഛൻ വലിയ പ്രസംഗമൊക്കെ പറഞ്ഞു, എത്രയോ പരസ്പരം സ്നേഹിക്കുന്ന വിവാഹിതരാണ് ഒന്നിച്ചൊരേ ദിവസം ഏകദേശം ഒരേ മണിക്കൂറിൽ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടേയും പൊക്കി പറഞ്ഞു. മരിച്ചു കഴിയുമ്പോൾ അച്ഛന്മാർ അങ്ങനെയുള്ള പ്രസംഗമൊക്കെ പറയാറുണ്ട്. ഒരിക്കലും പള്ളിയിൽ പോകാത്തവനും ഒരിക്കലും പള്ളിക്കൊന്നും കൊടുക്കാത്തവനും പള്ളിയെയും അച്ഛന്മാരെയും തെറിയും എഴുതുന്നതിനും മരിക്കുമ്പോൾ അച്ഛന്മാർ പോസിറ്റീവായിട്ടുള്ളതേ പറയൂ, നെഗറ്റീവ് ഒന്നും പറയില്ല. പണ്ടൊരു സംഭവം പറയുന്നുണ്ട്, അങ്ങനെ ചരമപ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭർത്താവിനെ പറ്റിയുള്ളത്. അപ്പം ഭാര്യ അടുത്ത് കരഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പൊ അച്ഛന്റെ പ്രസംഗം കേട്ടുപോർത്ത്, ദൈവം ഇതെന്റെ ഭർത്താവിനെ പറ്റിയാണോ വേറെ വല്ലവരെ പറ്റിയാണോ പറയുന്നത്? അപ്പൊ ശവപ്പെട്ടി പൊക്കി നോക്കി അകത്ത് കിടക്കുന്ന ഭർത്താവ് തന്നെയാണോ എന്ന്. ഹല്ലേലൂയ. ഇതൊരു സംഭവമല്ല, കഥയാണ്. എങ്കിൽ തന്നെ പ്രിയമുള്ളവർ, ഞാൻ പറയാൻ കാരണം ഏറെ ഇപ്രകാരം മറച്ചു വെക്കുന്നു. എന്നിട്ട് പറയാണ്, എന്നോട് സത്യം തുറന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയി കുമ്പസാരിക്കാൻ. അവൾ കുമ്പസാരിച്ചു. അപ്പനും അമ്മയ്ക്കും വേണ്ടി ഗ്രിഗോറിയൻ കുർബാന ചെല്ലാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഒന്നിച്ചു ചൊല്ലി. പ്രിയപ്പെട്ടവരെ, എന്റെ ഭാര്യ ഇപ്പോൾ ഇങ്ങനെ മനോരോഗിയായി തീർന്നിരിക്കുന്നു. ശാപമാണച്ച. ഇവിടെയാണ് ദൈവത്തിന്റെ വചനം ഓർക്കണേ. നിങ്ങളുടെ അപ്പനും അമ്മയും പ്രായമായി കാണും, മാനസിക രോഗിയായി കാണും, അൾസൈമറായി കാണും. ഒരു ശരീരം മുഴുവൻ വ്രണമായിരിക്കും. എപ്പോഴും നിങ്ങളെ പ്രാകും. നിങ്ങൾക്ക് ഒരു സ്നേഹവാക്ക് പോലും തരുന്നില്ലായിരിക്കാം. അവരെ തിരിച്ച് സഹിക്കണേ. അത് നൊന്തു പെറ്റ അമ്മയും പോറ്റി വളർത്തിയ അപ്പനെയും ഒരു ശാലം വളർത്തലിലും കുറവുകൾ വന്നു കാണും. അവരോട് ക്ഷമിച്ച് സ്നേഹിച്ച് ബഹുമാനിക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്ന പോലെ നിന്റെ തന്നെ പാപങ്ങൾ കഴുകപ്പെടും, പാപത്തിന് പരിഹാരമാകും. പ്രഭാഷകൻ പുസ്തകം പറയുന്നുണ്ട്, അപ്പോൾ നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പ്രഭാഷകൻ അധ്യായം 3:5. മാതാപിതാക്കളെ സ്നേഹിച്ച് ശുശ്രൂഷിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കും. ഞാൻ ധാരാളം കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരെ. വളരെയധികമായിട്ട് സ്നേഹിച്ച് ശുശ്രൂഷിക്കുന്ന മക്കളും മരുമക്കളും എല്ലാം അവരെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുന്നുമുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്. മക്കളെ കൊടുത്ത്, ആരോഗ്യമുള്ള മക്കളെ കൊടുത്ത്, സമ്പത്തും എല്ലാം കൊടുക്കുന്ന കർത്താവ്. എല്ലാം കർത്താവ് അറിയുന്നുണ്ട്. അറിഞ്ഞുകൊണ്ടാണ് കർത്താവ് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത്. ശാപം കർത്താവ് വർഷിക്കുന്നതല്ല, നമ്മുടെ ചെയ്തികളുടെ ഫലമായി നമ്മൾ അനുഭവിക്കുന്നത്. അത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിൽ മാതാപിതാക്കളുടെ ബഹുമാനം ഏറെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. എന്തെല്ലാം ആണ് നമ്മൾ പത്രത്തിൽ വായിക്കുന്നത്. അമ്മയെ ഇങ്ങേറ്റം തല്ലിക്കൊന്നു, അപ്പനെ ഇറക്കി വിട്ടു, അമ്മയും ഇറക്കി വിട്ടു. അതിനെ പുരസ്കരിച്ചുള്ള മീഡിയകൾ കുറെ വീഡിയോസും ഒരു വിഷയം സത്യമല്ലാത്ത വീഡിയോകളും ഇറക്കുന്നു. എപ്രകാരം അപ്പനെ അമ്മയും പുറത്തേക്ക് ഇറക്കി വിട്ടു എന്ന്. പ്രിയമുള്ള, ഇതൊക്കെ മാതാപിതാക്കളെ സ്നേഹിക്കാതിരിക്കാനായിട്ടുള്ള ദുർമാതൃകകൾ പ്രസിദ്ധപ്പെടുത്തുകയാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഐഡിയ കിട്ടും.
അതുപോലെ ആളുകൾ പ്രവർത്തിക്കുക. ഇന്ന് മീഡിയകൾ നന്മയും ചെയ്യുന്നുണ്ട്, തിന്മയും ചെയ്യുന്നുണ്ട്, കാര്യം ഓർക്കണം. അതുകൊണ്ട് ഈ വീഡിയോകളും പടങ്ങളും കാണുമ്പം പരിശുദ്ധാത്മാവിൽ വിവേചിച്ചറിയണമേ ഏതാണ് നല്ലത്. അത് ചിലതൊക്കെ കാണുമ്പോൾ ഓർക്കുക, അപ്പനും അമ്മയും ഇവര് കാണിച്ചു പോയി ഇറക്കി വിട്ടേക്കാൻ നല്ലതെന്ന് തലമണ്ടയിൽ കയറും. ഞാൻ ഓർക്കാൻ ഒരു വീട്ടില് ഒരപ്പനും അമ്മയും സുഖമായിട്ട് കുബേരരായിട്ട് ജീവിക്കുന്ന രണ്ടുപേരും ജോലിക്കാര്, ഒരു മകനേ ഉള്ളൂ. അവന് 4-5 വയസ്സായി. ഒരപ്പനുണ്ട്, അമ്മ മരിച്ചുപോയി. അപ്പനൊരു കോണിയിൽ കിടത്തിയിരിക്കുകയാണ്. നല്ലൊരു കട്ടിൽ പോലുമില്ല, നല്ല ഒരു മെത്ത പോലും കൊടുത്തിട്ടില്ല. ഇവരുടെ കൂടെ ഇരുത്തി ഊട്ടുകയല്ല ഒരിക്കലും, കാരണം അവരെ നാറും. ശരീരം മുഴുവൻ സോറിയാസിസ് രോഗമുണ്ട്. ഭാര്യ പറഞ്ഞു, അതുകൊണ്ട് ഇരുത്തി ഒന്നിച്ച് കഴിപ്പിക്കരുത്. അവിടുന്ന് ഒരു ദിവസം ഇങ്ങനെ ഇവര് മിഷ്ടാന്ന ഭോജനം, ഏതോ പെരുന്നാളായിരുന്നു, ഒരു പക്ഷേ ക്രിസ്മസോ ഈസ്റ്ററോ എനിക്കറിയത്തില്ല. അവിടുന്ന് ഒരു ചിരട്ടയ്ക്കകത്ത് എല്ലാം കൂടെ കൂടി മിച്ചമായിരിക്കാം കൊണ്ട് അപ്പന് കൊടുത്തു. ഇത് ഈ മകൻ ശ്രദ്ധിച്ചു നോക്കിയിരുന്നു. ഒരിക്കൽ അപ്പൻ ഓഫീസിൽ നിന്ന് വരികയാണ്, കാറയിൽ ഇറങ്ങുമ്പോൾ മകൻ ഒരു ചിരട്ട നല്ലപോലെ തൂത്തു തുടച്ച് മിനുക്കി അപ്പോൾ കൈപ്പിടിച്ചിരിക്കുന്നു. അപ്പൻ ചോദിച്ചു, നിനക്ക് എന്തെല്ലാം ടോയ്സ് കളിപ്പാട്ടങ്ങളുണ്ട്, നീ ചിരട്ട വെച്ചെന്താ കളിക്കുന്നത്? അപ്പച്ചനും പ്രായമാകുമ്പോൾ കഞ്ഞി തരണമെങ്കിൽ പാത്രം വേണ്ടിയാ, ഞാൻ ഉണ്ടാക്കുകയാണ്. പ്രിയ മാതാപിതാക്കളെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ മക്കൾ ഇതെല്ലാം കണ്ടുണ്ടായിരിക്കുന്നത്. ചെറുപ്പത്തിൽ കാണുന്നത് കേൾക്കുന്നത് ഹൃദയത്തിൽ ആഴമായി പതിയും. അടുത്ത ടൈം നിങ്ങളുടേതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കുമെന്ന്. നമുക്കും വരാനുള്ള അനുഭവം ഇതാണ്. നമ്മുടെ കുടുംബത്തിലെ സ്നേഹം വർദ്ധിപ്പിക്കണം, പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധം. മരുമക്കളായാലും മക്കളായാലും, മരുമക്കൾ എന്ന് പറഞ്ഞാലും മക്കളാണ്. നമുക്ക് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അമ്മായിമ്മയും അമ്മായിപ്പനെയും ഏറെ സ്നേഹിച്ച മരുമക്കളുടെ കഥകൾ. അവർ മരുമക്കളെ നോക്കുന്ന നല്ല അപ്പനും അമ്മയും. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക. പ്രഭാഷകൻ പുസ്തകം പറയുന്ന പോലെ നിങ്ങൾ അതുവഴിയായി സ്വർഗത്തിൽ അത് സമ്പത്ത് ഉണ്ടാക്കി വരും. അപ്പനെയോ അമ്മയോ പ്രാകുന്നവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. പ്രഭാഷകൻ അധ്യായം 3:3. സുഭാഷിതം അധ്യായം 30:20. സുഭാഷിതം 20:20. കഥാവിന് വെളിച്ചമുണ്ടാവില്ല, അതാണ് കൂരിരുട്ട്. ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ട് 3 ദിവസത്തെ കൂരിരുട്ട് വരാൻ പോകുന്നുവെന്നൊക്കെ. ഞാനതൊന്നും പറയല്ല. എന്ന് പറഞ്ഞാൽ നിഷേധാത്മകമായി എന്ത് സംഭവിച്ചാലും കർത്താവിന്റെ കൃപ, കർത്താവിന്റെ പ്രകാശമുണ്ടെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടും. ആ രക്ഷയുടെ പ്രകാശം കുടുംബത്തിൽ നിന്ന് മാഞ്ഞു പോകും. അപ്പനെയോ അമ്മയോ പ്രാകുകയും അവരെ ശപിക്കുകയും ചീത്ത വിളിക്കുകയും അടിക്കുകയും തൊഴിക്കുകയും ഇറക്കി വിടുകയും ആഹാരം കൊടുക്കാതിരിക്കുകയും ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കാൻ കൂട്ടാക്കാതെ ഒരുപക്ഷെ ഒരു ഭിക്ഷക്കാരനെ പോലെ ഭിക്ഷക്കാരിയെ പോലെ പുരയുടെ ഒരു കോണിൽ ഇട്ടേക്കുകയും ചെയ്യുക. വിദേശത്തൊക്കെ ജോലി ചെയ്ത് കുബേരന്മാരാകുന്ന പലർക്കും മാതാപിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ല എന്നതും ഞാനിപ്പോൾ പറയട്ടെ. അതിന്റെയൊക്കെ ബലമല്ലേ വിദേശത്ത് പണം കൂട്ടിയിട്ടുണ്ട്. മക്കളുടെ പ്രശ്നങ്ങൾ, മരുമക്കളുടെ പ്രശ്നങ്ങൾ, കൊച്ചുപിള്ളേരുടെ എന്തെല്ലാം പ്രശ്നങ്ങൾ. ഇതൊക്കെ ബൈബിൾ പറയുന്ന വാക്കുകൾ ജീവിക്കുന്നതാണ്, സത്യമാണ്. ഒരു വിഷയം മരിച്ചുപോയ ആ മാതാപിതാക്കളുടെ നോക്കാവുന്നതിൻ്റെതായ തിന്മ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ കുടുംബത്തുണ്ട്. ഇതൊക്കെ ഞാൻ എന്റെ പുസ്തകത്തിൽ പാപത്തിന്റെ ശാപത്തുള്ള മോചനം എന്ന പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചില്ലോ, വായിക്കണം. ഇതൊക്കെ ഞാൻ വിവരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ധ്യാനങ്ങളിലും പറയാറുണ്ട്. ഇപ്പോൾ ഇത് പറയാൻ തോന്നിയതിന് കാരണം അത് ഏറെയേറെ അങ്ങനെയുള്ള സംഭവങ്ങൾ നേരിട്ട് എന്റെ ചെവി കേൾക്കുന്നു, ഞാൻ പത്രങ്ങൾ വായിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കണമേ. അതിന് കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിശ്ചയമായിട്ടൊരു ഭാരമായിരിക്കാം, ഒത്തിരി ബുദ്ധിമുട്ട് കാണും. എങ്കിൽ അവർ ശത്രുക്കളല്ല എന്നോർക്കണമേ. ജന്മം നൽകിയവരെ പോറ്റി വളർത്തിയവർ. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ, ഞാൻ പ്രാർത്ഥിക്കാം. കാരണം ഇവിടെ കർത്താവ് എന്നെ ശ്രമിക്കുന്നവർ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ.
ഇവർ ആരെങ്കിലും മാതാപിതാക്കളെ സ്നേഹിക്കാതെ അവർക്ക് നന്മ ചെയ്യാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ തിരുത്താനുള്ള അവസരമാണ് ഞാനിപ്പോൾ പരിശുദ്ധാത്മാവിൽ സംസാരിച്ചത്. നമ്മുടെ കർത്താവെ പരിതപിച്ചുകൊണ്ടും ആ മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കാൻ കൃപ അവർക്ക് കൊടുക്കൂ. കൂടുതൽ കൃപ അനുഗ്രഹം കൊടുക്കൂ. അവരെ ശ്രദ്ധിച്ചു നോക്കുവാൻ, അവരുടെ കാര്യങ്ങൾ തൽപരരായിരിക്കുവാൻ, വിദേശത്തായാലും സ്വദേശത്തായാലും. മാതാപിതാക്കൾ രോഗികളാണെങ്കിലും അല്ലെങ്കിലും അവരെ മരിക്കുന്നവരെ സ്നേഹിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ, സ്നേഹം നൽകുവാൻ എപ്പോഴും മനസ്സിലോർത്തുകൊണ്ട് ദൈവം കഴിഞ്ഞാൽ ഇവര് കാരണമാണ് എനിക്ക് ജന്മമുണ്ടായതും ജീവിതമുണ്ടായെന്ന് ഓർത്ത് നന്ദിയോടെ അവരെ ശുശ്രൂഷിക്കാനുള്ള കൃപ ഇവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതക്കാർ നിങ്ങളെ ഈശോയുടെ ഹൃദയത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.